മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ വിശുദ്ധ കുരിശുകൊണ്ടുള്ള ആശീർവാദത്തിൽ വലിയ വിലയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഫലം ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാകുന്നില്ലായിരിക്കാം. എന്നാൽ സ്വർഗത്തിലെത്തിക്കഴിയുമ്പോൾ മനസ്സിലാവും ഈ ഓരോ അനുഗ്രഹവും എത്ര അധികമായിട്ടാണ് നിങ്ങളെ സ്വാധീനിച്ചതെന്ന്. കാരണം ഈ കുരിശിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നവരുടെ നെറ്റിത്തടത്തിൽ ഓരോ പ്രാവശ്യം സ്വീകരിക്കുമ്പോഴും ഒരു മുദ്രയായി പതിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സഹകരിക്കുന്ന പക്ഷം, നിങ്ങൾ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്ന പക്ഷം തീർച്ചയായും നിങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകില്ല. ദൈവം എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാം കേട്ടുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന അന്തിക്രിസ്തുവിനെ കുറിച്ച്, അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ചാണ്. വരാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇനിയും ഏറെ വർഷങ്ങളുണ്ടെന്ന്. ചിലവരൊക്കെ അങ്ങനെ ധരിക്കുന്നുണ്ട്. അല്ല, അവൻ ഓൾറെഡി ഉണ്ട്. ഇതിനെപ്പറ്റി ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. വീണ്ടും ഒരിക്കൽ കൂടെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. അവൻ ഫുൾ സ്വിങ്ങിലുണ്ട്. ഇപ്പോൾ കർട്ടൻ്റെ പിന്നിലാണെന്ന് മാത്രം. ഇപ്പോൾ കർട്ടൻ്റെ പിന്നിൽ നിന്ന് എല്ലാം അവൻ നിയന്ത്രിക്കുന്നു. ഇന്ന് ലോകത്ത് നടക്കുന്ന സകലമാന തിന്മകളുടെയും യുദ്ധങ്ങളുടെയും എല്ലാ ദുരിതങ്ങളുടെയും എല്ലാ തിന്മകളുടെയും സ്രോതസ് അവനാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കില്ല. അവൻ പൂർണ്ണമായും പ്രകടമാകുമ്പോൾ അവൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള ആ ആകർഷണ ശക്തി കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂടെ വഞ്ചിക്കുന്ന തരത്തിൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം വഞ്ചിതരാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ ഈ വലിയ കരുണ നിറഞ്ഞ ഈ സന്ദേശങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നാം കേട്ടു, അവൻ അങ്ങനെ ചോദ്യം ചെയ്യാത്ത സമുന്നതനായ നേതാവായി ലോകത്ത് വാഴപ്പെടും. ആദ്യമാദ്യം അവൻ യേശുവാണെന്ന് ജനം തന്നെ പറയുമ്പോൾ അവൻ ഒന്നും മിണ്ടുകയില്ല, മൗനം അവലംബിക്കും. എന്നാൽ പിന്നീട് ഒരു നല്ല ശതമാനം ജനതകൾ അവനെ അംഗീകരിക്കുന്നുവെന്ന് അവൻ മനസ്സിലാക്കി കഴിയുമ്പോൾ അവൻ പറയും, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യഥാർത്ഥത്തിൽ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. അതെ, ഞാൻ തന്നെയാണ് അവൻ, വരാനിരിക്കുന്ന രക്ഷകൻ, വരാനിരിക്കുന്ന യേശുക്രിസ്തു ഞാൻ തന്നെയാണെന്ന് അവൻ പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ലോകമാസകലം വലിയൊരു കയ്യടിയോടുകൂടെ അത് സന്തോഷത്തോടെ സ്വീകരിക്കും. ഇപ്രകാരം ലോകത്തിലെ ഒരു നല്ല ശതകോടികൾ അവനെ രക്ഷകനായി അംഗീകരിച്ചു കഴിയുമ്പോൾ അവൻ ആധികാരികമായി ജനത്തെ പഠിപ്പിക്കാൻ ആരംഭിക്കും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പ്രാവശ്യം കേട്ടതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരുണയെപ്പറ്റിയും ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റിയും ഐക്യത്തെപ്പറ്റിയെല്ലാം അവൻ സംസാരിക്കും. പൂർണ്ണമായും ജനതകളെ തൻ്റെ കയ്യിലെടുക്കുകയാണ് അവൻ്റെ ഏക ലക്ഷ്യം. അപ്പോൾ അവൻ പുതിയ പുതിയ കാര്യങ്ങൾ ജനത്തെ ആധികാരികമായി പഠിപ്പിക്കും. എങ്ങനെ? ഈശോ നമുക്ക് പുതിയ നിയമം സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും രക്ഷയുടെയും സുവിശേഷം നൽകിയതുപോലെ അവനും പുതിയ രീതിയിൽ പഠിപ്പിക്കും. ഉദാഹരണം, പഴയ നിയമത്തിൻ്റെ തന്നെ പൂർത്തീകരണമായ പുതിയ നിയമം കുറെ കൂടെ ലഘുവായ രീതിയിൽ, എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ അവിടെ നമുക്ക് പറഞ്ഞു തന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു,
വിശുദ്ധ ലൂക്കാശ്ലീഹായുടെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് കർത്താവ് പ്രകാരം പറയുന്നു. 6-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിടുകൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. ആകാശവും ഭൂമിയും കടന്നുപോയാലും ഈശോയുടെ അതിരത്തിൽ നിന്ന് വന്ന വചനങ്ങൾ ഒരിക്കലും മാറ്റമുണ്ടാകില്ല. വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾക്ക് ഒരിക്കലും മാറ്റമുണ്ടാകില്ല. ഇത് നിത്യമായി നിലനിൽക്കുന്നു. ഇവിടെ നാം കാണുന്നു, സഹോദര സ്നേഹത്തെ അവിടുന്ന് അങ്ങേയറ്റം വിലമതിക്കുന്നു. പരസ്പരം സ്നേഹിക്കുക, എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക. ഒരു യഥാർത്ഥ പിതാവ് തൻ്റെ കുഞ്ഞുങ്ങളെപ്പോഴും പരസ്പരം സ്നേഹിച്ച് ഐക്യത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും കഴിയണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ എതിർ ക്രിസ്തു പഠിപ്പിക്കുന്ന പഠനത്തിൽ അവൻ പരസ്നേഹത്തിന് ഒരു പ്രാധാന്യവും കൊടുക്കില്ല. അവനെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക എന്നേ അവൻ പഠിപ്പിക്കൂ. പരസ്നേഹത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കില്ല. ഏകതയെപ്പറ്റിയും ഐക്യത്തെപ്പറ്റിയൊക്കെ അവൻ പറയും, എങ്കിലും പരസ്പരം സ്നേഹിക്കുക എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ ഇപ്രകാരം അവൻ പഠിപ്പിക്കുകയില്ല. എന്നാൽ അവൻ്റെ പഠനങ്ങൾക്ക് വ്യത്യസ്തതയുണ്ട്. അവൻ എന്താണ് ആദ്യമേ പഠിപ്പിക്കുക? അവൻ പറയും, സകലരെയും രക്ഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു പുതിയ പഠനം ആവശ്യമാണ്. സകലരെയും ഉൾക്കൊള്ളുന്ന ഒരു പഠനം, സകലർക്കും പ്രീതികരമാകുന്ന ഒരു പഠനം, സകലർക്കും രക്ഷയേകുന്ന ഒരു പഠനം. അതുകൊണ്ട് നാം ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ജൈനനെന്നോ ബുദ്ധിസ്റ്റെന്നോ മറ്റേതെങ്കിലും മതവിഭാഗക്കാരനെന്നോ ചിന്തിക്കാതെ എല്ലാവരും ഒന്നു ചേർന്ന് ഒരേ ഒരു വിശ്വാസ സമൂഹത്തിന്, ഒരേ ഒരു തത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹമായി മാറണം. അതുകൊണ്ട് മതങ്ങൾക്കും ഉപരിയായി ചിന്തിക്കുന്ന ഒരു ചിന്താഗതി, അതാണ് പ്രിയപ്പെട്ടവരെ നവയുഗ മതം. നവയുഗ മതത്തെ പറ്റി പ്രിയപ്പെട്ടവരെ ഒരു ഏകദേശം 3-4 ക്ലാസ്സുകൾ ഞാൻ നൽകിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എപ്പിസോഡ് 111 മുതലാണെന്ന് തോന്നുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കേട്ടിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് ആന്റിക്രൈസ്റ്റ് ഒരുക്കുന്ന പുതിയ മതത്തെപ്പറ്റിയും പുതിയ ചിന്താഗതികളെ പറ്റിയും മനസ്സിലാകൂ. നാം വഞ്ചിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവൻ പ്രഖ്യാപിക്കും, ഇതാണ് പുതിയ മതം, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന പുതിയ തത്വം.
ദൈവം ആഗ്രഹിക്കുന്നില്ല ആരെയും മാറ്റി നിർത്തുന്നതിന് വേണ്ടി. അതുകൊണ്ട് അവൻ ദേവാലയത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുക മാത്രമല്ല, ഒരു പുതിയ ആരാധന ക്രമത്തിന് അവൻ രൂപം കൊടുക്കും. ഈ ആരാധനാ ക്രമത്തിലെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ റിച്വൽസും എല്ലായിടത്തും എത്തിക്കുന്നതിന് വേണ്ടി അവൻ നേരത്തെ തന്നെ തിരഞ്ഞെടുത്ത അവൻ്റെ ശിഷ്യന്മാർ ലോകമാസകലം പോയി ധ്യാനങ്ങൾ നടത്തും, ജനങ്ങളെ പഠിപ്പിക്കും, ജനങ്ങളതെല്ലാം കേൾക്കാൻ തയ്യാറാകും. സാത്താൻ്റെ ശക്തി അവൻ്റെ ശിഷ്യന്മാരിലേക്കും ഒഴുകുന്നത് കൊണ്ട് ഈ ശിഷ്യന്മാരും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. ഒരു നാണയത്തിന് രണ്ട് വശമുണ്ടെന്ന് നമുക്കറിയാം. ഇന്നും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരെ കൊണ്ട് കബളിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി അവനും അവൻ്റെ ശിഷ്യന്മാർക്ക് ശക്തി കൊടുക്കും, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നതിന് വേണ്ടി. നാം ഒന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര അത്ര വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ പ്രവർത്തിക്കുമ്പോൾ ഓർക്കുക, വിശ്വാസത്തിൽ നാം ഉറച്ച വിശ്വാസത്തിൽ അല്ല എങ്കിൽ നാമും കൺഫ്യൂഷനിലാകപ്പെടാം, ചിന്താക്കുഴപ്പത്തിലാകപ്പെടാം. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്താക്കുഴപ്പത്തിൽ ആകാതിരിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് മുൻകൂട്ടി നമുക്ക് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. അടുത്തതായി പ്രിയപ്പെട്ടവരെ, അവൻ പഠിപ്പിക്കാൻ പോകുന്ന, വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുക, പാപത്തെ പറ്റിയാണ്. ഇപ്പോൾ ഭൂരിഭാഗം ജനതകളും അവനെ നോക്കുന്ന ആരായിട്ടാണ്? യേശുക്രിസ്തുവായിട്ടാണ് അവനെ കാണുന്നത്. അതുകൊണ്ട് അങ്ങേറ്റ ശ്രദ്ധയോടുകൂടെ എല്ലാവരും അവനെ കേൾക്കും. കേൾക്കുന്നവർ വിശ്വസിക്കും, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇവിടെ യഥാർത്ഥ വിശ്വാസികളല്ലാത്തവരെല്ലാവരും അവൻ്റെ ഈ പഠനത്തിൽ വീഴും. അവൻ ഇപ്രകാരം പഠിപ്പിക്കും: യഥാർത്ഥത്തിൽ മാരക പാപം എന്ന് പറയുന്നതൊന്നില്ല എന്ന് അവൻ പഠിപ്പിക്കും. അത് ജനം വളരെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കും. മാരക പാപം ഇല്ല എന്ന് അവൻ പഠിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ജനം പാപം ചെയ്യാൻ ഭയപ്പെടരുത്. നമുക്കറിയാം, മാരക പാപത്തിൽ ജീവിക്കുന്നത് അങ്ങേയറ്റം അപകടകരമാണ്. ഒരു നിമിഷം പോലും നാം മാരക പാപത്തിൽ ജീവിക്കാൻ പാടില്ല. കാരണം മാരക പാപം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ 10 കൽപ്പനകളെ ഏതെങ്കിലും ഒരു കൽപ്പന മനഃപൂർവ്വം ലംഘിക്കുന്ന ഒരു വ്യക്തി ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ആ വ്യക്തി അന്ധകാരത്തിലേക്ക് വീഴുകയും ചെയ്യും. ആ വ്യക്തി മാനസാന്തരപ്പെട്ട് കുമ്പസാരിച്ച് തിരിച്ചു വരുന്നത് വരെ ആ വ്യക്തിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാത്തതിനാൽ ഏത് സമയവും ഒരു അപകടത്തിലാണ് ആ വ്യക്തി ജീവിക്കുന്നത്. പിശാച് തക്കം പാർത്തിരിക്കുകയാണ്. അവന് വേണ്ടി ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ഒരവസ്ഥ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന അന്ധകാരത്തിലായിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവൻ ഒന്നുകൂടെ ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടാൻ സാധിക്കുന്നതിന് മുമ്പ് തന്നെ അവനെ പെട്ടെന്ന് ഒരു അപകടത്തിൽപ്പെടുത്തിയോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റിയിൽപ്പെടുത്തിയോ ഒന്ന് അനുദപിക്കുന്നതിന് മുമ്പേ, ഒന്ന് കുമ്പസാരിക്കുന്നതിന് മുമ്പേ ആ ആത്മാവിനെ നശിപ്പിക്കാൻ പിശാച് ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്, ഒരു കാരണവശാലും മാരക പാപത്തിൽ ജീവിക്കരുത്. ഏതെങ്കിലും ഒരു അവസ്ഥയിൽ പിശാചിൻ്റെ കെണിയിൽപ്പെട്ട് പാപം ചെയ്താൽ ഉടനടി തന്നെ അവയെക്കുറിച്ച് ഡീപ്പായിട്ട് ആഴമേറിയ അനുതാപം ഉണ്ടാവുകയും ഉടൻ തന്നെ കുമ്പസാരിച്ച് ഈ ദൈവവുമായിട്ടുള്ള അനുരഞ്ജനപ്പെടുകയും ചെയ്യേണ്ടത് ഓരോ ആത്മാവിൻ്റെയും ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ടവരെ ദൈവമേ കുമ്പസാരമെന്ന ഈ ഒരു കൂദാശ നൽകിയിരിക്കുന്നത്. അത് ഈ സാത്താൻ അറിയാം. അതുകൊണ്ട് കുമ്പസാരമെന്നുള്ള കൂദാശയിലും
കൂദാശയിൽ ജനം വിശ്വസിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ ഇപ്രകാരം പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനുഷ്യരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം അവൻ പഠിപ്പിക്കും, മാരക പാപം എന്ന് പറയുന്നൊരു പാപമില്ല. അടുത്തതായി പ്രിയപ്പെട്ടവരെ അവൻ പഠിപ്പിക്കുന്നത് ഇപ്രകാരമായിരിക്കും, സകല പാപങ്ങളിലും വെച്ച് ഏറ്റവും ലഘുവായ പാപം എന്ന് പറയുന്നത് ജഡിക പാപമാണ്. വലിയൊരു ഞെട്ടലോടുകൂടെ വിശ്വാസ സമൂഹം അത് ശ്രദ്ധിക്കും. ഇതുവരെ നൂറ്റാണ്ടുകളായി തിരുസഭയിലൂടെ നൽകിയിരിക്കുന്ന പഠനങ്ങൾക്ക് തികച്ചും വിരുദ്ധമായൊരു പഠനം കേൾക്കുമ്പോൾ വിശ്വാസ സമൂഹം ഞെട്ടും. എന്നാൽ നാമമാത്ര ക്രിസ്ത്യാനികൾ സന്തോഷിക്കും. എന്താ സന്തോഷിക്കാൻ കാരണം? അവരെ സംബന്ധിച്ചിടത്തോളം യേശുവല്ലേ പഠിപ്പിക്കുന്നത്, ഏറ്റവും ലഘുവായ പാപം ജഡിക പാപമാണെന്ന് പറയുമ്പോൾ ജഡിക പാപം ചെയ്യാമല്ലോ, അത് തെറ്റല്ലല്ലോ എന്നൊരു സന്തോഷം അവർക്കുണ്ടാകും. ഈ സന്തോഷത്തെ അതിൻ്റെ പൂർണ്ണതയിലാക്കുന്നതിന് അവൻ വീണ്ടും പഠിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നിങ്ങൾ പാപം ചെയ്യുന്നത്? പാപം ചെയ്യാനുള്ള ഒരു പ്രവണത നിങ്ങളുടെ രക്തത്തിലുള്ളത് കൊണ്ടല്ലേ? അത് നിങ്ങളുടെ കുറ്റമാണോ? അല്ല, അത് നിങ്ങളുടെ മാതാപിതാക്കളിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതാണ്. ആദ്യ മാതാപിതാക്കളിലൂടെ ലഭിച്ചിരിക്കുന്ന പാപം ചെയ്യാനുള്ള ആ പ്രവണത സകല മനുഷ്യരിലുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്രകാരം ഒരു പാപം ചെയ്യാനുള്ള പ്രവണത ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോ, അതിനെ തടയണ്ട. അപ്പോൾ ജനം ചോദിക്കും, ഇത് വലിയ പാപമല്ലേ ദൈവത്തിനെതിരെ? ഈ പാപത്തിന് ശിക്ഷയില്ലേ? അവൻ പറയും, ശിക്ഷ ഇല്ല. കാരണം ദൈവം പിതാവാണ്, ദൈവം സ്നേഹമാണ്. ദൈവത്തിനറിയാം നിങ്ങൾ ഇപ്രകാരം പാപം ചെയ്യുന്നത് നിങ്ങളുടെ രക്തത്തിലുള്ള പാപം ചെയ്യാനുള്ള പ്രവണത നിങ്ങളുടെ ആദ്യ മാതാപിതാക്കൾ നിങ്ങൾ ലഭിച്ചതായതുകൊണ്ട് ആണ് നിങ്ങൾ ഈ പാപം ചെയ്യുന്നത്. അതുകൊണ്ട് ശിക്ഷയില്ല. അപ്പോൾ നരകമോ? അവൻ പഠിപ്പിക്കും, നരകം എന്നുള്ളത് ഇല്ല. നരകമില്ല എന്നും നിത്യശിക്ഷയില്ല എന്നും അവൻ പഠിപ്പിക്കും. അവൻ ഇപ്രകാരം ഒരു ഉദാഹരണത്തിലൂടെ ചോദിക്കും, നിങ്ങൾക്ക് ഒരു മകനുണ്ട് എന്ന് കരുതുക. ആ മകൻ സകലവിധ തിന്മകളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ആ മകനെ കൊന്നുകളയുമോ? അവൻ ചോദിക്കും ഇപ്രകാരം. അപ്പോൾ നിങ്ങൾ പറയും, ഇല്ല, ഒരിക്കലും അത് ചെയ്യില്ല, ഒരു മാതാപിതാക്കളും അങ്ങനെ ചെയ്യില്ല. ഓഹോ, നിങ്ങൾ ഇപ്രകാരം നിങ്ങൾക്കെതിരെ തെറ്റ് ചെയ്യുന്ന മകനെ ശിക്ഷിക്കില്ല എങ്കിൽ നിങ്ങൾ കരുതുന്നുവോ സ്നേഹസമ്പന്നനായ ദൈവം നിങ്ങളെ വധിക്കുമെന്ന്, നിങ്ങളെ കൊല്ലുമെന്ന്? എന്തൊരു മടയത്തരമാണെന്ന് കരുതി അവനിതിനെ അങ്ങേറ്റം പർവ്വതീകരിച്ചുകൊണ്ട് ഈ ചിന്തകളെ, ഈ തെറ്റായ പഠനങ്ങളെ ജനങ്ങൾക്ക് അങ്ങേറ്റം ഇംപ്രസീവാകുന്ന തരത്തിൽ, സ്വീകാര്യമാകുന്ന തരത്തിൽ, അവരെ അങ്ങേറ്റം സന്തോഷിപ്പിക്കുന്ന തരത്തിൽ പ്രകടമാക്കി കൊടുക്കും. ഇതൊക്കെ കൈകൊട്ടി ജനം സ്വീകരിക്കും. ഇപ്പോൾ സന്തോഷമല്ലേ? ഇപ്പോൾ സ്വാതന്ത്ര്യമില്ലേ? തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാമല്ലോ. അതെത്ര സന്തോഷപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു തടസ്സവുമില്ല. അതെ, ഇതിൽ കൂടുതലായിരിക്കും പ്രിയപ്പെട്ടവരെ അവൻ പഠിപ്പിക്കാൻ പോകുന്നതെന്ന് ഓർത്തുകൊള്ളുക. എന്നാൽ എന്തുകൊണ്ടാണ് അവൻ ഇപ്രകാരം പഠിപ്പിക്കുന്നത്?
ഇതിൻ്റെ പിന്നിലുള്ള സൂത്രശാലിയായ അവൻ്റെ പദ്ധതി നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, മാരക പാപം ഒന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ അനുതപിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, പിന്നെ അനുതപിക്കേണ്ട ആവശ്യമില്ലല്ലോ. പാപം ചെയ്യാത്തവൻ എന്തിനാണ് അനുതപിക്കുന്നത്? അങ്ങനെ പതുക്കെ പതുക്കെ പ്രിയപ്പെട്ടവരെ, സഭയിൽ നിന്നും സമൂഹത്തിൽ നിന്നും പരിശുദ്ധമായ ആ അനുതാപം എന്നുള്ള കൂദാശ എടുത്തു മാറ്റപ്പെടും. ജനങ്ങൾക്ക് തങ്ങൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളൊരു ബോധ്യം വരികയും അങ്ങനെ അനുതാപം ഇല്ലാതാകുന്ന ഒരവസ്ഥ വരികയും ചെയ്യും. അനുതാപമില്ലാത്തത് കൊണ്ട് ആരും കുമ്പസാരിക്കാൻ പോകാത്ത ഒരവസ്ഥ വരും. എന്ത് സംഭവിക്കും? ഈ സമയത്ത് പാപം അടിക്കടി വർദ്ധിക്കും. എന്തുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ പാപം തന്നെ അവനെടുക്കുന്നത്? ലോക ചരിത്രത്തിൽ ആദം ഹവ്വ മുതൽ, ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എങ്കിലും പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ പറയട്ടെ. പ്രിയപ്പെട്ടവരെ, ആദം ഹവ്വ ആദി മാതാപിതാവിൻ്റെ പാപം എന്ന് പറയുന്നത് സിംബോളിക്കലായിട്ട് പഴം പറിച്ചതിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ പാപം എന്താണെന്ന് അറിയാമോ? പ്രിയപ്പെട്ടവരെ, സ്നേഹപിതാവിനൊരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു. മനുഷ്യന് എപ്രകാരം കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്നും ദൈവത്തിനൊരു പരിശുദ്ധമായ പദ്ധതി ഉണ്ടായിരുന്നു. ഉദാഹരണം, പ്രിയപ്പെട്ടവരെ, ഒരു വൃക്ഷത്തിൽ എങ്ങനെയാണ് ഫലമുണ്ടാകുന്നത്? ഒരു തേനീച്ച അല്ലെങ്കിൽ ഒരു പറവ ഒരു പൂവിൽ നിന്നും മധുരം പകർന്ന് മറ്റൊരു പൂവിലേക്ക് പോകുമ്പോൾ ഒന്നൊന്നിനെ മലിനമാക്കാത്ത രീതിയിൽ അവിടെ പരാഗണം നടക്കുന്നു. എത്ര നിഗൂഢമായ ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ആദം ഹവ്വായ്ക്കും ആദം ഹവ്വ വഴി ഈ ലോകത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകാൻ പോകുന്ന സകല മനുഷ്യവർഗത്തിനും എപ്രകാരം കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന് ഒരു ദൈവീക പദ്ധതി ഉണ്ടായിരുന്നു. ഓ പ്രിയപ്പെട്ടവരെ, അതെത്ര വിശുദ്ധമായിരുന്നു ആ പദ്ധതി. ആ പദ്ധതി പ്രകാരം പ്രിയപ്പെട്ടവരെ ഓർക്കുക, നെറ്റിയിലൊരു ചുംബനം കൊടുത്തുകൊണ്ട് ദൈവത്തിന് മനുഷ്യരിൽ ആത്മാക്കളെ സൃഷ്ടിക്കാം, മനുഷ്യരെ സൃഷ്ടിക്കാം. നമുക്കറിയാം, പരിശുദ്ധ കന്യകാ മാതാവ് പരിശുദ്ധാത്മാവ് വഴിയായി ഗർഭം ധരിക്കപ്പെട്ടു. എന്നെന്നും കന്യകയായി തന്നെ ജീവിച്ചു എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ പദ്ധതികൾ നാം എന്തു മനസ്സിലാക്കുന്നു? പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തറിയാം? ഒരംശം പോലും അറിയുമോ? ഒന്നും അറിയില്ല. നമുക്ക് ഒന്നും അറിയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ആദം ഹവ്വായിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന സകലർക്കും പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളുണ്ടാകുന്ന പക്ഷം അങ്ങനെ ജനിക്കുന്ന ആ മക്കൾ അവർ ദൈവദൂതന്മാരെ പോലെ, ദൈവീക മക്കളെ പോലെ ഒരിക്കലും പാപം ചെയ്യാത്ത ഒരവസ്ഥയിൽ അവർ ദൈവം സൃഷ്ടിച്ച ആ പറുദീസായിൽ ഒരിക്കലും മരണത്തെ നേരിടാതെ, ദുഃഖമോ കഷ്ടമോ ക്ലേശമോ രോഗമോ പീഡയോ തണുപ്പോ ചൂടോ ഒന്നും അറിയില്ലാത്ത, എന്നാൽ നിരന്തരം സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥയിൽ നിത്യമായി ജീവിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നടന്നിരുന്നുവെങ്കിൽ. എന്നാൽ ആദത്തെയും ഹവ്വായെയും, പ്രത്യേകിച്ച് ഹവ്വയെ പിശാച് ഇത്തരത്തിൽ പാപത്തിലേക്ക് നയിച്ചതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ജഡികത എല്ലാ മനുഷ്യരിലും നിറഞ്ഞു നിൽക്കുന്നതിന് കാരണം. സ്വദോം ഗൊമോറയുടെയും നോഹിൻ്റെ സമയത്തും അതിനുശേഷം ഇന്നുവരെയുള്ള കാലഘട്ടത്തിൽ നോക്കുക, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ, ഏറ്റവും കൂടുതൽ ആത്മാക്കൾ നശിച്ചുപോയ പാപം, നശിച്ചുകൊണ്ടിരിക്കുന്ന പാപം,
നശിക്കാൻ പോകുന്ന പാപം ഇതാണ് പ്രിയപ്പെട്ടവരെ, ജഡിക പാപം. മനുഷ്യനുള്ള ആ വിശുദ്ധിയെ ഈ അശുദ്ധി എന്ന പാപം നീക്കം ചെയ്യുന്നു. എല്ലാ മനുഷ്യരിലും ഈ അശുദ്ധി നിറഞ്ഞ പാപമുണ്ട്. എന്നാൽ ഓർക്കുക, വിവാഹമെന്ന കൂദാശ വഴിയായിട്ട് ആ മനുഷ്യനുള്ള ആ വധൂവരന്മാരുള്ള പാപത്തെ, അശുദ്ധിയെ നീക്കം ചെയ്തുകൊണ്ട് അതിനെ വിശുദ്ധിയാക്കി മാറ്റുന്ന കർത്താവ്. അതിന് അപ്പുറമുള്ള ഏത് തരത്തിലുള്ള ശാരീരിക ബന്ധങ്ങൾ, ലൈംഗിക വൈകൃതങ്ങൾ ഭയാനകമായ പാപമാണെന്ന് ഓർക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം എത്രമാത്രം ശ്രദ്ധിക്കണം. ഒരു സ്ത്രീയെ മോശമായ ദൃഷ്ടിയിൽ നോക്കുന്ന ഒരുവൻ പാപം ചെയ്ത് കഴിഞ്ഞു, വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മൊബൈലിലും നെറ്റിലും കമ്മ്യൂണിക്കേഷൻ മീഡിയ വഴിയായും ഈ തെറ്റായ കാര്യങ്ങൾ കാണുന്ന വ്യക്തി എത്ര പ്രാവശ്യം, ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഈ വ്യഭിചാരം എന്ന പാപം ചെയ്യുന്നില്ലേ? ഓർക്കുക. അപ്പോൾ ഈയൊരു പാപത്തെ ന്യായീകരിക്കുക മാത്രമല്ല, ഇങ്ങനെയുള്ള മനുഷ്യന് ഏറ്റവും താല്പര്യമുള്ള, മനുഷ്യന് ഏറ്റവും സന്തോഷമുള്ള ഈ പാപം ചെയ്യുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അന്ത്യക്രിസ്തു എന്ന ഈ പിശാച് മനുഷ്യന് നൽകുകയാണ്. മനുഷ്യന് സന്തോഷത്തോടെ സ്വീകരിക്കും. അതിനുശേഷമുള്ള അവസ്ഥ എന്തായിരിക്കുമെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, ഇതിനോടകം മുന്നറിയിപ്പൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. സഭ രണ്ടായി തീർന്നിട്ടുണ്ടാവും. റെമനന്റ് സഭയിൽ ഉള്ളവർക്ക് വ്യക്തമായി മനസ്സിലാകും ഇവൻ ആരാണ്, ഇവൻ്റെ ശിങ്കടികൾ ആരൊക്കെയാണ്. വ്യക്തമായി പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി കൊടുക്കും. റെമനന്റ് സഭയിലുള്ളവർ ഏറ്റവും വിശുദ്ധി നിറഞ്ഞ ജീവിതം നയിക്കുമ്പോൾ ഈ വ്യാജസഭ അങ്ങേറ്റം ശക്തമായി വളരും. കാരണം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള പഠനങ്ങളാണിത്. മാത്രമല്ല, മുന്നോട്ട് ഇന്നൊക്കെ നാം കാണുന്നുണ്ടല്ലോ, മൃഗങ്ങളൊക്കെ അവർക്ക് അവരുടെ സമയമാകുമ്പോൾ പരസ്യമായിട്ടുള്ള ഇണചേരുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ പരസ്യമായി ഇത്തരത്തിലുള്ള പാപകർമ്മങ്ങളിൽ ഇടപെടുന്നത് പരസ്യമായി കാണാൻ സാധിക്കും. കാരണം അവരുടെ ഇടയിൽ ഇതൊരു പാപമേ അല്ല. ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് ഈ അന്ത്യക്രിസ്തു ജനതകളെ നയിക്കും. എത്ര അപകടം നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നാം കടന്നു പോകുന്നു എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. അങ്ങേറ്റം ഇവയെപ്പറ്റി ശരിക്കും ഗൗരവബുദ്ധിയോടുകൂടെ ഈ സന്ദേശങ്ങൾ സ്വീകരിച്ച് ഈ സത്യം മനസ്സിലാക്കി ദൈവിക പുണ്യങ്ങളിൽ സുവിശേഷത്തിലധിഷ്ഠിതമായ ഒരു ജീവിതം നാം നയിക്കാൻ അങ്ങേറ്റം നാം ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം ഇത്തരത്തിലുള്ള കെണിയിൽ നാം പെട്ടുപോകാം. ഇത്തരത്തിലുള്ള പാപകർമ്മങ്ങളിലേക്ക് നാം ആകർഷിക്കപ്പെടാം. അപ്പോൾ ഇപ്പോൾ മുതലേ നാം ഇതിനു വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന പക്ഷം മുന്നറിയിപ്പിൻ്റെ സമയത്ത്, ആ രണ്ടാം പെന്തക്കോസ്തയുടെ സമയത്ത് നാം എല്ലാവരും നിറഞ്ഞ അഭിഷേകം കൊണ്ട് നിറയുകയും ഈ തെറ്റായ കാര്യങ്ങളെ അങ്ങേറ്റം വെറുത്തുപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ ഉറച്ച വിശ്വാസത്തിലും ശരണത്തിലും സ്നേഹത്തിലും മുന്നേറാൻ സാധിക്കും. കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്നേഹിക്കുന്നവരോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. എന്നെ സ്നേഹിക്കുന്നവർ ഇപ്രകാരം എന്നോട് പറയും, ഈശോയെ, അങ്ങയുടെ തിരുമനസ് മാത്രമാണ് ഏറ്റവും പ്രാധാന്യം. എൻ്റെ സ്വതന്ത്ര മനസ്സ് അങ്ങയുടേതാണ്. അതുകൊണ്ട് എൻ്റെ സ്വതന്ത്ര മനസ്സ് ഞാൻ അങ്ങേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചു കൊള്ളുക. ഇങ്ങനെ പറയുന്ന ഒരാത്മാവ് ദൈവത്തിന് അങ്ങേയറ്റം പ്രീതികരമാണ്. അതേ പ്രിയപ്പെട്ടവരെ,
നമുക്കൊക്കെ മനസ്സിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ആഗ്രഹമാണല്ലോ, എല്ലാവർക്കും അതാണ് ആഗ്രഹം. എന്നാൽ ആ ആഗ്രഹത്തെ, തൻ്റെ മനസ്സിൻ്റെ ഇഷ്ടം അത് പിതാവിന് സമർപ്പിക്കുന്ന ഒരു വ്യക്തി, ഈശോയ്ക്ക് സമർപ്പിക്കുന്ന ഒരു വ്യക്തി, പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഒരിക്കലും പരിശുദ്ധ ത്രിയേകതയിൽ നിന്ന് അകന്നു പോകില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വതന്ത്ര മനസ്സിനെ നമുക്ക് ദൈവത്തിനായി സമർപ്പിക്കാം. അവിടുത്തെ കൽപ്പനകളും നിയമങ്ങളും കൃത്യമായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. യുദ്ധത്തെപ്പറ്റി പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിറിയ എന്ന് പറയുന്ന രാജ്യം ഭീകരന്മാരുടെ കരങ്ങളിൽ എത്തിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവിടെ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ക്രിസ്തീയ സഹോദരങ്ങൾക്ക് വേണ്ടി. അവരൊക്കെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്ര തന്നെ പീഡനങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും ഒരിക്കൽ പോലും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഒരു കണിക പോലും കുറയാൻ അനുവദിക്കരുത് എന്നും, ഈശോയ്ക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാൽ സന്തോഷത്തോടെ രക്തസാക്ഷിയാകേണ്ടതിന് ഉള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടിയും പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. റഷ്യയിൽ നിന്നൊരു വാർത്ത വരുന്നു. റഷ്യയുടെ പൗരന്മാരോട് റഷ്യ പറഞ്ഞിരിക്കുന്നു, യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും നിങ്ങൾ യാത്ര ചെയ്യാൻ പാടില്ല എന്ന്. എന്താണ്? സാധാരണ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഇപ്രകാരം പറയാൻ കാര്യം? റഷ്യ എന്തിനൊക്കെയോ തയ്യാറെടുക്കുന്നു എന്നുള്ള ഒരു അർത്ഥമല്ലേ? അത് ശരി തന്നെയാണ്. കാരണം പ്രവചനങ്ങളിൽ അത് പറയപ്പെടുന്നുണ്ട്. ഈ മൂന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന പ്രിയപ്പെട്ടവരെ, യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും തകർച്ചയിലേക്കായിരിക്കും. അതിനുള്ള തുടക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനുമായി പ്രാർത്ഥിക്കാം. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ പ്രാർത്ഥിക്കണം. എന്തു തന്നെ സംഭവിച്ചാലും ജീവിതത്തിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ, ദൈവത്തോടുള്ള സ്നേഹത്തിൽ, പ്രത്യാശയിൽ അല്പം പോലും കുറവ് വരാതിരിക്കുവാൻ നമുക്ക് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അതിനായി അനുഗ്രഹിക്കട്ടെ. ആശീർവാദത്തിനായി തലവനിക്കാം. പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രത്യേകം ആദിശക്തിയോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.